നമ്മൾ ബന്ദിപ്പൂരാണുള്ളത്. ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടേജ് എടുത്തിട്ടാണുള്ളത്. ഹരിണി എന്നുള്ള കോട്ടേജാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ റീസെൻ്റായിട്ട് ലെപ്പേഡ്സിൻ്റെ സൈറ്റിങ് നന്നായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ള അറിഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ നമുക്കും അടിപൊളി ലെപ്പേഡിൻ്റെ സൈറ്റിങ് ഉള്ള ഭാഗ്യമുണ്ടായി. ലെപ്പേഡ് വിത്ത് കിൽ 3 ലെപ്പേഡ്, തള്ള ലെപ്പേഡ്, സബ് അഡൽറ്റ് ആയിട്ടുള്ളൊരു ലെപ്പേഡ്, പിന്നെ അതിൻ്റെ ചെറിയൊരു കബ്ബ്. ഇത്രയും ലെപ്പേഡ്സിനെ നമുക്ക് കിട്ടി. നമ്മുടെ സ്റ്റേയിൽ ഇരുന്നുകൊണ്ട് തന്നെ രാത്രി വിഷ്വൽസ് കിട്ടി, രാവിലെ എണീറ്റപ്പോൾ വിഷ്വൽസ് കിട്ടി. അതിൻ്റെ കില്ല് നമുക്കൊരു മരത്തിൽ കയറ്റി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റി. മാത്രമല്ല നമ്മൾ ഈ സ്റ്റേയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് സഫാരിക്ക് പോയി. സഫാരിക്ക് നമ്മൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ചാർജ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ സഫാരിക്ക് പോയപ്പോൾ നമ്മൾ ആനേനെയും പിന്നെ നമ്മൾ കാട്ടുപോത്തിൻ്റെ വലിയ കൂട്ടങ്ങളെ ഒക്കെ ആയിട്ട് വളരെ അടുത്ത്, വണ്ടിയുടെ വളരെ അടുത്തായിട്ട് നല്ല വിഷ്വൽസ് നമുക്ക് കിട്ടി. അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അധികം എക്സ്പെൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ വൈൽഡ് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേ ആയിരുന്നു. സഫാരി ഓപ്ഷൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ നന്നായിട്ട് അടിച്ചു പൊളിക്കുന്നൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൈസൂർ ഊട്ടി മെയിൻ റോഡിലാണ്, ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മുടെ സ്റ്റേ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോറസ്റ്റിൻ്റെ ഒത്ത നടുക്ക് തന്നെ. ഈ പഴയ ഫോറസ്റ്റ് സഫാരി ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഈ സ്റ്റേ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളത് ഇങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ റിസപ്ഷൻ കണ്ടോ, ആ റിസപ്ഷൻ്റെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മളിത് ഉള്ളിലേക്കാണ് നമ്മുടെ കോട്ടേജുകളൊക്കെ വരുന്നത്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ലഞ്ച് കിട്ടുന്ന സ്ഥലമൊന്നുമില്ല. ഫോറസ്റ്റിലോട്ട് കയറുന്നതിന് മുന്നേ ഊണ് കഴിച്ചിട്ട് വരിക. അപ്പോൾ നമ്മളിവിടുന്ന് റിസപ്ഷനിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കി നമുക്കിത് ഇലക്ട്രിക് ബഗ്ഗിലാണ് കേട്ടോ നമ്മുടെ റൂമുകളിലേക്ക് കൊണ്ടുവന്ന്. ഈ പുറകിൽ കാണാൻ പറ്റും ഇവിടെ ബാക്കിയുള്ള റൂമുകളൊക്കെ കോട്ടേജ് ടൈപ്പിലാണ് ഇവിടെ ഫുൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. കാടിന് വേറെ ഫെൻസിങ്ങോ ബാരിക്കേഡിങ്ങോ ഒന്നും ഇല്ലാണ്ട് നമ്മളിതാ കാടിൻ്റെ നടുക്കാണ് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബന്ദിപ്പൂരത്തെ സ്റ്റേ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്മളെടുത്തിട്ടുള്ളത് ഹരിണി എന്നുള്ള കോട്ടേജാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സൈറ്റിംഗ് കിട്ടുന്ന ഒരു കോട്ടേജാണ്. അപ്പോൾ ഇത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്.com എന്നുള്ള സൈറ്റിൽ നിന്ന് വേണം നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട്. ഇവിടെ ഇതേപോലത്തെ 6 കോട്ടേജോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ഹരിണി 1, ഹരിണി 2, പിന്നെ ചീത്തൽ 1, ചീത്തൽ 2, പിന്നെ 2 കോട്ടേജും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 3 പേർക്ക് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ 3500 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സൈറ്റിൽ കയറുമ്പോൾ ഈ വേറെ ടൈഗർ റിസർവിൻ്റെ സൈറ്റിൽ കയറി കഴിയുമ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 പേരുടെ ബുക്കിംഗ് മാത്രമേ നമ്മളതിൽ കാണിക്കുള്ളൂ. അപ്പോൾ 3ാമത്തെ ആളെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ റിസപ്ഷനിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 3ാമത്തെ ആളുടെ എക്സ്ട്രാ പൈസ ഇവിടെ അടച്ചാൽ മതി. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കേസില്ല. 3 പേർക്ക് ധൈര്യമായിട്ട് വരാം, ഒരു കോട്ടേജിൽ താമസിക്കുക. അപ്പോൾ നമ്മുടെ കോട്ടേജ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ്. ഇവിടെയൊക്കെ ലെപ്പേഡിൻ്റെ സൈറ്റിംഗ് മിക്കവാറും ദിവസങ്ങളിൽ കിട്ടാറുണ്ട്. പിന്നെ ഭാഗ്യം പോലെ ഇരിക്കും, നമ്മുടെ ഇന്നത്തെ ഭാഗ്യം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് റൂം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം, ഈ കോട്ടേജും ഇതിൻ്റെ സൗകര്യങ്ങളൊന്ന് കണ്ടു നോക്കാം. നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പം ഒരു ഹോൾ പോലെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചെറുതല്ല, വിശാലമായ സ്പേസാണ്. അങ്ങനെ ഉള്ളിലേക്ക് റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതൊരു പഴയ സെറ്റപ്പാണ്, പഴയ ബിൽഡിംഗ് ആണ്. കയറി കഴിഞ്ഞാൽ ഇതാ ബെഡൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്യാവശ്യം സൗകര്യത്തോടെ തന്നെ ബെഡ് കൊടുത്തിട്ടുണ്ട്. റൂമാണെങ്കിലും സ്പേഷ്യസ് ആണ്. പക്ഷേ പഴയ മോഡൽ റൂമുകളും ആ ഒരു ബിൽഡിംഗ് ഒക്കെ ഒരു പഴയ പാറ്റേണിലാണ്. പിന്നെ നമ്മൾ വാഷ്റൂമിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ്റൂം വലിപ്പമുള്ള വാഷ്റൂമാണ്, വൃത്തിയുണ്ട് ആവശ്യത്തിന്. പിന്നെ ഒരു ഫോറസ്റ്റ് കിട്ടാവുന്നതിൻ്റെ നല്ലൊരു ആംബിയൻസ്, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ആയിട്ടുള്ള റൂമും സൗകര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഹരിണി കോട്ടേജിൽ കിട്ടുന്നത്. നമ്മുടെ കോട്ടേജുകൾക്ക് ഏറ്റവും ഇഷ്ടം പോലെ മാൻകൂട്ടങ്ങളുണ്ട് കേട്ടോ. അവർ മനുഷ്യ സാന്നിധ്യം ഉള്ളത് ഇത്തിരി സേഫ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ ഇവരെ തേടി ഇവിടെ പുലികൾ വരുന്നുണ്ട്, ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളതൊരു മീശക്കാരി എന്നുള്ള പുലിയും അതിൻ്റെ ഒരു സബ് അഡൽറ്റ് ആയിട്ടുള്ളൊരു കുട്ടിയും പിന്നെ ചെറിയൊരു കുട്ടിയാണ്. 3 പുലികൾ ഇവിടെയുണ്ട്. അപ്പോൾ ഒരു 2-3 ദിവസം 4 ദിവസമൊക്കെ കൂടുമ്പോൾ ഇവിടെ ഒരു ഹണ്ടിങ് നടക്കാറുണ്ട്. ഒരു സ്പോട്ടഡ് ഡിയറിനെ അവർ എന്താണെങ്കിലും അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ കോട്ടേജുകൾക്ക് ചുറ്റുമുള്ള ഏരിയ തന്നെയാണ് ഈ ഹണ്ടിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേ എടുക്കുന്നവർക്ക് ആ ഹണ്ട് കാണാനുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് കോട്ടേജ് ചെക്ക് ഇൻ ചെയ്ത് അധികം സമയം കളയാതെ തന്നെ ഫോറസ്റ്റിൻ്റെ സഫാരി നടത്തുന്ന പോയിന്റിലേക്ക് പോവാണ്. അതാ ബന്ദിപ്പൂർ ഫോറസ്റ്റ് മെയിൻ ഗേറ്റിൻ്റെ വെളിയിലായിട്ട് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ സഫാരിക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ 4:30 മുന്നേ ആയിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലാസ്റ്റത്തെ ബസ് എനിക്ക് തോന്നുന്ന 4:45 എടുക്കും. അപ്പോൾ പോകുന്ന വഴി കണ്ടതാണ് 2 ആനകൾ വഴിയോട് ചേർന്നിട്ട് തന്നെ നിൽക്കുന്നു. ഇവർ എപ്പം വേണേലും റോഡ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ നമ്മൾ ആന ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്.
എന്താണെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചാൽ തന്നെ നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ഇതാ 2 ആനകളും റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവുകയാണേ. അപ്പോൾ ആനകളൊക്കെ ഇതേപോലെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ റോഡിനോട് ചേർന്ന് നിൽക്കുമ്പോഴൊക്കെ ഇത്തിരി ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് മാറി നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് ആനകളുടെ കാഴ്ചയും കാണാം, അവർക്കും ബുദ്ധിമുട്ടാവില്ല, നമ്മളെ ചാർജ് ചെയ്യുന്ന പോലത്തുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം. ഫോറസ്റ്റ് റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാട് മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ്. നമ്മളവിടെ ഒരു വിസിറ്റർ മാത്രമാണ്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കാട്ടിലെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോവുക. കാട്ടിലെ മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചിലർ ഭയങ്കരമായിട്ട് ഓണടിച്ചൊക്കെ പോകും. പിന്നെ മൃഗങ്ങളുടെ തൊട്ടടുത്ത് കൊണ്ടേ വണ്ടി കൊണ്ടേ നിർത്തിയിട്ട് ഭയങ്കര ഒച്ചയും ഷൗട്ടിങ് ഒക്കെ ചെയ്യും. ആന നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അത് നമുക്ക് തന്നെ പ്രശ്നമാവും. മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെ ആ ഒരു കോൺഫ്ലിക്റ്റ് കൂടാനേ വഴിവെളിക്കുള്ളൂ. പിന്നെ ചില ആൾക്കാരൊക്കെ കാട്ടിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഭക്ഷണത്തിൻ്റെയും പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാട്ടിലൂടെ വേസ്റ്റ് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അതൊക്കെ ഒഴിവാക്കുക. കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാട് ഞാൻ പറഞ്ഞ പോലെ അത് അവരുടെ ഒരു ആവാസ വ്യവസ്ഥയാണെന്നുള്ള ഒരു പരിഗണനയിൽ തന്നെ നമ്മൾ കാട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ യാത്ര ചെയ്യുന്നതായിരിക്കും നമുക്കും കാടിനും കാട്ടിലെ മൃഗങ്ങൾക്കും എപ്പോഴും നല്ലത്. അങ്ങനെ നമ്മൾ സഫാരി പോയിന്റ് ചെന്നിട്ട് ഇതാ ലാസ്റ്റത്തെ സഫാരി എടുത്തിട്ടുള്ളത് 5 മണിയോടുകൂടിയാണ് തുടങ്ങുക. അപ്പോൾ നമ്മൾ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം സന്ധ്യയാവും. നമ്മളങ്ങനെ സഫാരി തുടങ്ങി ഫോറസ്റ്റിലോട്ട് കയറിയപ്പോൾ തന്നെ ഇതാ ഒരു കൂട്ടം ആനകൾ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ടായി. അപ്പം നമ്മൾ ഈ കോട്ടേജിൽ താമസിക്കുന്നതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ സഫാരിക്കെല്ലാം പകുതി പൈസ കൊടുത്താൽ മതി. ബസ് സഫാരിക്ക് ഇതേ പകുതി പൈസയ്ക്കാണ് നമ്മളിപ്പോൾ കയറിയേക്കുന്നത്. കൂട്ടത്തിൽ 2 കുട്ടിയാനകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം. ഇവർ പെട്ടെന്ന് അഗ്രസീവ് ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് നേരം നോക്കിയിട്ടും ഈ ആനകൾ അങ്ങനെ അഗ്രസീവ് ആകുന്ന ഒരു ലക്ഷണമൊന്നും കാണുന്നൊന്നുമില്ല കേട്ടോ. അവരൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നോക്കിയത് ബസ്സിൻ്റെ ഡ്രൈവർ ആനകളുള്ളതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് കൊണ്ട് നിർത്തിയേക്കുന്നത്. നമുക്ക് അടുത്ത് നിന്ന് തന്നെ കാണാം ആനകളെ. How many elephants? Nagaravale connected forest. Mud bath. To avoid insect, they do mud bath. നമ്മുടെ സഫാരി 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ 1 മണിക്കൂർ മാത്രമേ നമുക്ക് കാട്ടി കിട്ടുള്ളൂ. ബാക്കി അരമണിക്കൂർ ഇതാ മെയിൻ റോഡിൽ കൂടെ ഓടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം നിന്ന് കാഴ്ചകൾ കാണാനുള്ള സമയമില്ല. നമ്മുടെ കാടുകളിലുള്ളതിൽ ഏറ്റവും വലിപ്പം കൂടിയ കീരിയായിട്ടുള്ള സ്ട്രൈപ്പ് നെക്ക് മംഗൂസാണ് അതായത് നമ്മുടെ മുന്നിൽ കൂടെ പോകുന്നത്. 2 പേരുണ്ട്. അവർ വൈകിട്ടത്തെ തീറ്റ തേടി ഇറങ്ങിയിട്ടാണ്. നമ്മളെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അവർ ആ കുറ്റിക്കാട്ടിലോട്ട് കയറി പോവുകയും ചെയ്തു. എന്തായാലും നമ്മുടെ ഇന്നത്തെ സഫാരി ഫുള്ള് വർത്താണ്. ഈ 1 മണിക്കൂർ കാട്ടിനുള്ളിലുള്ളതിൽ ഫുൾ സൈറ്റിങ് തന്നെയാണ്. ഇതേ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു വലിയ കാട്ടുപോത്തിൻ്റെ കൂട്ടം തന്നെയാണ്. ഒരു 50 കാട്ടുപോത്തിന് മുകളിലെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തിൽ. അതും നമുക്ക് തൊട്ടടുത്തായിട്ട് നല്ല ഓപ്പൺ ഏരിയയിൽ. Shingo, Suso Shingo. Stick the chat card. ಮಾತಾಡಬಾರದು ಡಿಸ್ಟರ್ಬೆನ್ಸ್ ಆಗುತ್ತೆ ವೈಲ್ಡ್ ಅನಿಮಲ್ಸ್ ಗೆ और मेल
എന്താണ് ഈ കൂട്ടത്തിൽ ഒന്നിലധികം മെയിൽ കാട്ടുപോത്തുകളുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ ഈ കറുത്ത് ഇരുണ്ടിട്ടുള്ള ആണുങ്ങളുടെ കളർ ഇതേപോലെ കറുത്ത് ഇരുണ്ട് നല്ല മഫിലന്മാരായിരിക്കും. അതിലൊരു മഫിലളിനെ കണ്ടോ നോക്കി, അവൻ്റെ എടുപ്പ് നോക്കി, എന്താ ലുക്ക് നോക്കി. കൂട്ടത്തിലുള്ള വേറൊരു മഫിലളിനെ കണ്ടോ, അവനാണ് ഇത്തിരി വഴക്കാളിയാണെന്ന് തോന്നുന്നത്. അവൻ്റെ ലുക്കും ഭാവം എല്ലാം കണ്ടോ. അവൻ്റെ ചെവിയൊക്കെ നോക്കുമ്പോൾ ഉണ്ട് മുഴുവൻ കുത്തുകൂടിയിട്ടൊക്കെ ആയിരിക്കാം, മുഴുവൻ കീറിയിട്ടൊക്കെ ഉള്ളത്. സഫാരി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ലപോലെ ഇരുട്ട് വീണു. അതായത് ബഗ്ഗി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് നമ്മൾ റൂമിലേക്ക് ബഗ്ഗിക്കേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിലൂടെ നടന്നു പോകുന്ന ഡേഞ്ചർ ആയതുകൊണ്ട് ഇവർ നമ്മൾ ബഗ്ഗിയിലാണ് റൂമിലേക്ക് കൊണ്ടുവിടുക. നമ്മൾ സഫാരി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതേ സന്ധ്യയായി. ഇപ്പോൾ ഒരു 6:30 കഴിയുമ്പോഴത്തേക്ക് തന്നെ സന്ധ്യ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 8 മണിക്കാണ് ഇവിടെ ഡിന്നർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബഗ്ഗി സർവീസ് വരും, ഇവിടെ വന്ന് പിക്ക് ചെയ്തിട്ട് പോകും. റൂം ബോയ് വന്ന് നമ്മളെ പിക്ക് ചെയ്തിട്ട് പോകും. നമുക്ക് ഈ പുറത്തേക്കൂടെ നടന്നു പോകാൻ അലൗഡല്ല, കാരണം ഇവിടെ പുലി ആന ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പുറകിൽ ആനയോ കടുവയോ പുലിയോ ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നമ്മളുള്ളത്. ഫുൾ ഒരു സൈലൻസ് തന്നെയുള്ളൂ കേട്ടോ. ഭയങ്കര നിശബ്ദമായിട്ടാണുള്ളത് കാട്. ഒരു മാനിൻ്റെയോ മൃഗങ്ങളുടെയോ ഒന്നും തന്നെ ഒച്ച കേൾക്കുന്നില്ല കേട്ടോ. നോക്കിയേ, മൊബൈലിന് ഇവിടെ സിഗ്നൽ കിട്ടും കേട്ടോ. VIക്കൊക്കെ സിഗ്നൽ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതാ പുലിയെ പ്രതീക്ഷിച്ച് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നാണ് അലാം കോളുകൾ, വളരെയധികം പേടിച്ചിട്ട് മാനുകൾ കരയുന്ന അലാം കോളുകൾ നമ്മൾ കേട്ടത്. എന്താണൊരു ഹണ്ട് നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. നമ്മളിത് ക്യാൻറ്റീൻ്റെ അടുത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നതിൻ്റെ ആ ഏരിയയിലാണ് ഹണ്ട് ചെയ്തേക്കുന്നത്. നല്ല രീതിയിലുള്ള അലാം കോളായിരുന്നു കേട്ടത്. അപ്പോൾ നമ്മൾ ബഗ്ഗിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ബഗ്ഗിയിൽ വേണം നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോകാനായിട്ട്. അവിടെ ആ വനശ്രീ കോട്ടേജിൻ്റെ അടുത്തായിട്ടാണ് ഇത് അടിച്ചേക്കുന്നത്. അപ്പോൾ വനശ്രീ കോട്ടേജിലുള്ളൊരു ലൈറ്റൊക്കെ അടിക്കുന്നുണ്ട്. നല്ല പ്രതീക്ഷയിലാണുള്ളത് കേട്ടോ. നമ്മുടെ ഡിന്നറിന് പോകാനുള്ള ബഗ്ഗി വന്നിട്ടുണ്ട്. നീ നേരെ ക്യാൻറ്റീനിലേക്ക് ചെല്ലുന്നു. അവിടെ എന്താണ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. ഫുഡ് കൂടാതെ ലെപ്പേഡിൻ്റെ കില്ല് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണുള്ളത്. എന്താണല്ലോ നമ്മുടെ പ്രതീക്ഷ തെറ്റിയില്ല. ഇതാ നമ്മുടെ ആ ക്യാൻറ്റീൻ്റെ കുറച്ച് അപ്പുറയായിട്ട് പുലികൾ ഇതാ ഹണ്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. ആ ഹണ്ടിൻ്റെ അടുത്തായിട്ട് തന്നെ അവരുണ്ട് കേട്ടോ. അപ്പോൾ പെട്രോളിങ്ങിന് പോകുന്ന ആ വണ്ടിയുടെ അവരുടെ ജിപ്സിയുടെ ആ വെട്ടത്തിൽ നമുക്ക് പുലിനെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടേ. താങ്ക് യു സാർ. നല്ല വിഷയമാണ്. അതെ, നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ലെപ്പേഡിൻ്റെ ഹണ്ട് നടക്കുന്നത് കാണാൻ പറ്റും. ലൈറ്റൊക്കെ അടിച്ച് ആൾക്കാർ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ കൂടെ നമുക്കിതാ ഫുഡ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ഡിന്നറിന് എന്താണ് ഐറ്റംസ് നമുക്ക് നോക്കിയാലോ. ബൊഫേ സിസ്റ്റമാണേ. അപ്പോൾ ഇത് നേരത്തെ ഓർഡർ ചെയ്തവർക്ക് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. ഇതുണ്ടോ, സാമ്പാർ, റൈസ് ഉണ്ട്, ഇതാ നമ്മുടെ പയറിൻ്റെ ചെറിയൊരു സബ്ജി, ചപ്പാത്തി ഉണ്ട്. അപ്പോൾ ഡിന്നർ റെഡി. നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ലെപ്പേഡിൻ്റെ കിൽ സൈറ്റിങ് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ക്യാൻറ്റീനിൽ അധികം നേരം നിൽക്കാനുള്ള അവസരം ഉണ്ടായില്ല. നമ്മൾ തിരിച്ച് റൂമിലേക്ക് ചെന്നേ.
അപ്പോൾ റൂമിലാണെങ്കിലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പെർമിഷൻ ഇല്ല. അപ്പോൾ നമ്മൾ റൂമിൽ നിന്നിട്ട് നോക്കുവാണ് പുറത്തെങ്ങാനും പുലിയുടെ മൂവ്മെൻറ്റ് വല്ലതും ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഇവിടുത്തെ ഈ സ്റ്റാഫ് നമ്മളോട് അത്ര കോപ്പറേറ്റീവ് ഒന്നുമല്ല കേട്ടോ. എന്തെങ്കിലും സൈറ്റിംഗ് ഉണ്ടെങ്കിലും നമ്മളോട് പറയുമൊന്നുമില്ല. അതിൽ 1-2 പേരൊക്കെ ഉള്ളൂ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്നവരുള്ളത്. പിന്നെ കോമഡിയാണ് ഇവിടുത്തെ ചില നിയമങ്ങളൊക്കെ. ഇവിടെ നമുക്ക് ക്യാമറ ഉപയോഗിക്കാം, പക്ഷേ ട്രൈപോഡ് ഉപയോഗിക്കാൻ പാടില്ല. ട്രൈപോഡ് കണ്ടു കഴിഞ്ഞാൽ അവർ അന്നേരം ഓടിക്കും. ഇപ്പോൾ പകലാണെങ്കിൽ പോലും നമ്മളത് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ട്രൈപോഡ് കണ്ടാൽ അന്നേരം പറയും നോട്ട് അലൗഡ് സാർ എന്ന് പറയും. ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ എണീറ്റിട്ടുള്ളത് അത്യാവശ്യം വെട്ടമൊക്കെ വീണ് തുടങ്ങിയേ. അപ്പോൾ ഇന്നലെ രാത്രി ലെപ്പേഡിൻ്റെ ഒരു അടിപൊളി ഹണ്ടായിരുന്നു കേട്ടോ. ഇത് എൻ്റെ ബാക്കിൽ കാണുന്ന സ്ഥലത്താണ് ഹണ്ട് നടന്നത്. പക്ഷെ നമുക്ക് ഈ നമ്മളിരിക്കുന്ന കോട്ടേജിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നില്ല. രാത്രി മുഴുവൻ അവിടെ ലെപ്പേഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഫോറസ്റ്റുകാരൊക്കെ ലൈറ്റ് അടിച്ച് നോക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടേക്കായിട്ട്. എന്തായാലും ഒരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് തന്നെ പറയാം. ലെപ്പേഡ് 3 ലെപ്പേഡുകൾ, തള്ള, സബ് അഡൽട്ട് ആയിട്ടുള്ളൊരു കബ്ബ്, പിന്നെ ചെറിയൊരു കബ്ബ്, 3 പേരുടെ ഹണ്ട് നടത്തി തിന്നുന്ന ഒരു വിഷ്വൽസൊക്കെ നമുക്ക് കാണാൻ പറ്റിയത്. ലൈറ്റിങ് കുറവായതുകൊണ്ടും പിന്നെ ഇത്തിരി ദൂരത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് വിഷ്വൽസ് ക്യാമറയിൽ നല്ല രീതിയിൽ ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ, കിടുവാണ്. നമ്മുടെ സ്ഥിരം യാത്രകളിൽ നമ്മുടെ കൂടെയുള്ള ഹാരിസ് കാസിം ബ്ലോഗ്സ് ഹാരിസ്, പിന്നെ ട്രിപ്പിംഗ് വൈബ്സ് എന്നുള്ള യൂട്യൂബ് ചാനലുള്ള നമ്മുടെ അരുൺ ബ്രോ, അങ്ങനെ ഞങ്ങൾ 3 പേരോടാണ് നമ്മുടെ ബന്ദിപ്പൂർ കോട്ടേജ് ഹരിണി ബുക്ക് ചെയ്ത് സ്റ്റേയിലെത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും നമുക്ക് അധികം എക്സ്പെൻസീവ് അല്ലാത്തൊരു സ്റ്റേയും ഫുൾ ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നമുക്കിവിടെ ലെപ്പേഡിനെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാലും ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായി. ലെപ്പേഡിൻ്റെ കില്ല് അടക്കം നമുക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അവിടെ ലെപ്പേഡ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ എന്തോ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് ക്യാമറ സൂം ചെയ്ത് നോക്കാം. എന്താണെങ്കിലും നമ്മുടെ പ്രതീക്ഷ തെറ്റിയില്ല. 2 പുലികളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിലൊരു പുലി മറ്റേ പുലിയുടെ അടുത്തേക്ക് നടന്ന് നീങ്ങുന്നു. ഇന്നലെ ഹണ്ട് നടന്ന ഏരിയ തന്നെ ഉണ്ട് കേട്ടോ ഇവർ 2 പേരും. അതിൽ ആ കുട്ടീനെ മാത്രം നമുക്കിപ്പോൾ കാണാനില്ല. പകൽവട്ടത്തിൽ കാണാൻ പറ്റുമായിരുന്നു, നല്ലതായിരുന്നു. അവനെ എവിടെയോ ഹൈഡ് ചെയ്തിട്ടാണുള്ളത്. എന്താണല്ലോ സഫാരിക്ക് പോയാൽ പോലും നമുക്ക് പുലിയുടെ സൈറ്റിങ് ഇത്ര വൃത്തിക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇത് നോക്കിയാൽ നമ്മൾ സ്റ്റേയിൽ നിന്നിട്ട് അതിൻ്റെ മുറ്റത്ത് നിന്നിട്ട് എടുത്തേക്കുന്ന ഷോട്ടാണിത്. എന്താ ഭംഗി നോക്കിയേ. അപ്പോൾ 2 പുലികളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അവർ ആ ഹണ്ടിൻ്റെ ഏരിയ തന്നെ കറങ്ങി നിൽക്കുവാണ്. ആ രാവിലത്തെ കോടമഞ്ഞിൻ്റെയൊക്കെ ആ ഒരു വൈബിൽ നമുക്ക് ഇതേപോലെ പുലിയെ കാണാൻ കിട്ടുക എന്നുള്ളത്, അത് ഈ ഒരു ഹരിണി കോട്ടേജിൽ വന്നാൽ, നമ്മൾ ബന്ദിപ്പൂർ സഫാരി കോട്ടേജിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതുപോലൊരു ഇത്രയും വിഷ്വൽസ് സ്റ്റേയിൽ നിന്നുണ്ട്. 3 എണ്ണം ഉണ്ടായിരുന്നു. ഗൈസ്, നമ്മൾ രാവിലെ തന്നെ ലെപ്പേഡിനെ കണ്ടിട്ടവളെ ബാക്കിൽ രാവിലെ ലെപ്പേഡ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലത്തെ ഹണ്ട് ബാക്കി കഴിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 2 എണ്ണത്തിനെ നമ്മൾ സ്പോട്ട് ചെയ്തു. ഇനി ചെറുതിനെയും കൂടെ കാണാനുള്ളൂ കേട്ടോ. അടിപൊളി. കാരി എന്ന് പറയുന്ന ലെപ്പേഡാണ് കേട്ടോ. അത് അതിൻ്റെ കറക്റ്റ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതിൻ്റെ മീശ. അത് അവിടെ നിന്ന് കുഞ്ഞിനെ വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ നമുക്ക് കുഞ്ഞിനെയും കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. എൻ്റെ കൂട്ടത്തിലുള്ള ഒരെണ്ണം സെമി അഡൽട്ട് കബ്ബാണ്. അതിൻ്റെ കഴിഞ്ഞ തവണത്തെ കബ്ബാണ്. നമ്മുടെ ഈ 2 റൂമിലുള്ളൊരു ലെപ്പേഡിനെ കണ്ടു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്, ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. സൂപ്പർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ, സ്റ്റേയിലിരുന്നുകൊണ്ട് തന്നെ ലെപ്പേഡിനെ കാണാമെന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഹരിണി കോട്ടേജിൽ നിന്നുള്ള നമ്മുടെ സൺറൈസ് ഒന്ന് കണ്ടു നോക്കിയാലോ. നോക്കിയാൽ വൈബ് നോക്കി. ഇപ്പോൾ തൊട്ട് മുന്നിൽ കൂടെ ലെപ്പേഡ് നടന്നു പോയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് സൂര്യൻ ഉദിച്ച് വന്നു കഴിഞ്ഞു. വ്യൂ എനിക്ക് എന്താ ഭംഗി നോക്കി. ഇവിടുത്തെ അവിടെ സാധനം ഉണ്ട് കേട്ടോ. അലങ്കോളുണ്ട് രാവിലെ തന്നെ. രാവിലത്തെ വ്യൂ നോക്കിയേ. ഈ വ്യൂവിൽ അവിടെ വന്നിട്ട് ലെപ്പേഡിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കിയേ എന്താ പൊളി നോക്കിയേ. അടിപൊളിയല്ലേ.
ലെപ്പേഡ് സ്റ്റിൽ ആ ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നല്ല മാനുകളുടെ ഇഷ്ടംപോലെ കോള് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻറ്റീൻ വരെ ഒന്ന് പോയി നടന്ന് നോക്കിയിട്ട് വരാം ആ ഏരിയയിൽ ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ കോട്ടേജിലുണ്ടായിരുന്നവരാണ്. ഇവർ റെഗുലറായിട്ട് ഇവിടെ വരുന്നവരാണ്, എല്ലാ മാസവും തന്നെ വരുന്നവരാണ്. അവർക്ക് ഇഷ്ടം പോലെ ലെപ്പേഡിൻ്റെ സൈറ്റിങ്സ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അവരുടെ ക്യാമറയിൽ ഇഷ്ടം പോലെ ഫോട്ടോസ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കല്യാൺ ബ്രോയും വൈഫും ഞാനും കൂടെ അപ്പുറം ക്യാൻറ്റീൻ ഏരിയ വരെ പോയി നോക്കുവാണ്. അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ വിഷ്വൽസും എല്ലാം കിട്ടുമെന്ന് നോക്കട്ടെ ആ മരത്തിൻ്റെ മുകളിൽ. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ മയൂരയിലോ ഈ കോകിലയിലോ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു പക്ഷേ നല്ല വിഷ്വൽസ് കിട്ടിയേനെ. അപ്പോൾ ഈ മയൂര എന്നുള്ള സ്റ്റേ ഓൺലൈനായിട്ടില്ല കേട്ടോ. ഇവിടുത്തെ ഈ 3-4 സ്റ്റേകൾ ഓൺലൈനായിട്ടില്ല. അത് ഈ ഫോറസ്റ്റുകാർ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഈ മരത്തിലാണ് കേട്ടോ ലെപ്പേഡിൻ്റെ ഇന്നലത്തെ ഹണ്ട് കയറ്റിയിട്ടേക്കുന്നത്. നോക്കിയേ എന്നാ കിടിലം വിഷ്വൽസാന്ന് നോക്കിയേ. അപ്പോൾ ഏത് സമയത്തും ലെപ്പേഡ് ഇവിടെ വരാം. അതിൻ്റെ പുറകിലാണെങ്കിൽ ഇത് സ്പോട്ടഡ് ഡിയേഴ്സ് ഇതൊന്നും അറിയാതെ വേറെ കുറേ സ്പോട്ടഡ് ഡിയേഴ്സ് തീറ്റ നിന്ന് നടക്കുന്നുണ്ട്. ഇത് ഇന്നലെ കില്ല് നടത്തുന്നത് അധികം ദൂരത്തിലായിട്ടൊന്നുമല്ല. ഇപ്പം നമ്മൾ മോർണിംഗിൽ ലെപ്പേഡിനെ കണ്ടുകഴിയുന്നതും അധികം ദൂരത്തിലായിട്ടല്ല കേട്ടോ. ഇവർ അറിയില്ലാവോ അവിടെ ലെപ്പേഡുള്ള കാര്യം. പക്ഷെ അവർ വളരെ അലേർട്ടാണേ. മാൻ്റെ ശരീരം കൊത്തിപ്പറിക്കാൻ വേണ്ടി ഇതാ കാക്കകൾ ആ മരത്തെ വട്ടം കൂടിയിട്ടുണ്ടേ. They falls on the other side. They cross. ഇതുണ്ട് ആ പുറകിൽ കാണുന്ന മരങ്ങളുണ്ട്, മുന്നിൽ കാണുന്ന മരങ്ങളല്ലേ, അതിൻ്റെ ബാക്കിൽ എകരങ്ങളുള്ള മരങ്ങളുണ്ടോ സൈഡിലോട്ട് ചെരിഞ്ഞിട്ടുള്ളത്, അതിലെല്ലാം തന്നെ ലെപ്പേഡ്സ് വരുന്നതാണ്. അപ്പോൾ നിങ്ങളിവിടെ സ്റ്റേ എടുക്കുമ്പോൾ നിങ്ങൾ ഈ ട്രീസൊക്കെ ഒന്ന് ബൈനോക്കുലർ വെച്ചിട്ടോ നല്ല സൂം ലെൻസ് വെച്ചിട്ടൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ലെപ്പേഡ്സിനെ കാണാനുള്ള സാധ്യതയുണ്ട്. ബന്ദിപ്പൂരിലേക്ക് സഫാരി വരേണ്ടവർക്ക് ഇവിടുത്തെ ടൈമിംഗ് ഇതാണേ കൊടുത്തേക്കുന്നത്. ടൈമിങ്ങും ഇവിടുത്തെ സഫാരിയുടെ ചാർജുകളൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത്. ഒന്ന് റെഫറൻസ് ആക്കി എടുത്ത് വെച്ചോ കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ ജിപ്സി സഫാരിയാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഭാഗ്യം കൊണ്ട് 4 പേരെയും കൂടെ ഇവിടുന്ന് കിട്ടി. അപ്പോൾ ഞങ്ങൾ 4, 3, 7 പേര് ചേർന്നിട്ട് ജിപ്സി എടുത്തിട്ടുള്ളത്. ഇവിടുന്ന് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ജിപ്സി കിട്ടും 5500 രൂപയാണ്. ഇത് കിട്ടണം നിർബന്ധമില്ല കേട്ടോ, ജിപ്സി അവൈലബിൾ ആണ്, കിട്ടും 5500 രൂപയാണ്. അപ്പോൾ പിന്നെ എൻട്രി ഫീയും കൂടെ 300 രൂപ അങ്ങോട്ട് ഒരാൾക്ക് വരുന്നുണ്ട്. എന്നാലും ഞങ്ങൾ സ്റ്റേ എടുത്തുകൊണ്ട് ആ എൻട്രി ഫീ ഞങ്ങൾക്ക് ഒഴിവായി കിട്ടി. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഞങ്ങൾക്ക് 800 രൂപ വന്നിട്ടുള്ളൂ. പിന്നെ ക്യാമറ ചാർജ് 200 mm മേളിലേക്കുള്ള ക്യാമറയ്ക്ക് ഒരു ചാർജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 880 രൂപ വെച്ച് ചാർജ് വരും. 200 mm താഴെയാണെങ്കിൽ ഏകദേശം 200 രൂപ താഴെ കണ്ടേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ക്യാമറ ചാർജും കൂടെ ആയി. അപ്പോൾ എന്നാലൊരു 1250 രൂപ ആ റേഞ്ചിലുള്ളൊരു സഫാരിയിലായിട്ട് നമ്മളുള്ളത്. 2 മണിക്കൂർ സഫാരിയാണ്. എന്തൊരു നല്ല കാര്യമായ സൈറ്റിംഗ് കൂടെ കിട്ടുവാണെങ്കിൽ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇതൊന്ന് നോക്കട്ടെ. ഇതൊരു മെയിൽ ടൈഗറിൻ്റെ പത്മാക്കാണ്. അത് നടന്നു പോയിട്ടുണ്ട് കേട്ടോ. ഈ ദിവസങ്ങളിലൊരു കടുവയുടെ മേറ്റിംഗ് പെയർ ഈ ഏരിയയിലുണ്ട്. ഈ കുളത്തിൻ്റെ സൈഡിലായിട്ട് അവനെ കൂടുതലും കാണാറുള്ളതാണ്. അപ്പോൾ അവരെ തപ്പി വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഒരു ആനേനെ, നല്ലൊരു കൊമ്പൻ. അവൻ നമ്മളെ കണ്ടപ്പോഴത്തേക്കും വെള്ളത്തിൽ കിടക്കുമായിരുന്നു, അവനങ്ങോട്ട് കയറി പോവുകയും ചെയ്തു. കുറച്ചും കൂടെ മുന്നോട്ടേക്ക് ചെന്നപ്പോൾ കണ്ടൊരു വൈൽഡ് ഡോഗാണ്. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഇത് ഒരു വലിയൊരു ഗ്യാങ്, ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു ഗ്യാങ് വൈൽഡ് ഡോഗ്സിൻ്റെ ഒരു ആൽഫ ഫീമെയിലായിരുന്നു. അതിൽ ആൽഫ മെയിലിനെ ഈ അടുത്ത ദിവസം ഒരു ലെപ്പേഡ് പിടിച്ചു. ആ ലെപ്പേഡ് പിടിക്കുകയും ചെയ്തു. അതിനെ നമ്മളായിപ്പോൾ സ്റ്റേ ചെയ്ത ആ ഹരിണി കോട്ടേജില്ലേ, അതിന് മുന്നിലായിട്ടുള്ളൊരു മരത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ചു. അതിനെ കയറ്റി വെച്ചതാണ് രാവിലെ ഫോറസ്റ്റുകാർ വരുമ്പോൾ കാണുന്നത്. അങ്ങനെ ആ ആൽഫ മെയിൽ ചത്തതിന് ശേഷം ഇവരുടെ കൂട്ടം മുഴുവൻ പിരിഞ്ഞുപോയി. അറിയാമല്ലോ, നമ്മുടെ വൈൽഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ അവർ കൂട്ടമായിട്ടാണ് അവർ ജീവിക്കുന്നതും അവർ അറ്റാക്ക് ചെയ്ത് അവർ ഇരകളെ കീഴ്പ്പെടുത്തി കൊല്ലുന്നതും തിന്നുന്നതൊക്കെ. അതോടുകൂടി ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റ് അംഗങ്ങളെല്ലാം ഈ കൂട്ടം പിരിഞ്ഞ് പല ഗ്രൂപ്പിലും അല്ലെങ്കിൽ പലയിടത്തായിട്ട് ചെതറിപ്പോയി. ഈ ആൽഫ ഫീമെയിൽ കണ്ടോ, ഇതിങ്ങനെ പരവേശപ്പെട്ട് നടക്കുവാണ്. ഇതിപ്പോൾ ഒരാഴ്ചയായിട്ട് ആളിങ്ങനെ തന്നെ നടക്കുവാണ്. ഒരാഴ്ച മുന്നേ ആയിരുന്നു, ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ആയിരുന്നു ആൽഫ മെയിലിനെ പുലി പിടിച്ചത്.
അപ്പോൾ ആൾ ഒരു റെസ്റ്റ്ലെസ് ആണ്, കംപ്ലീറ്റ് ആയിട്ടൊരു നെർവസ് ആയിട്ട് റെസ്റ്റ്ലെസ് ആയിട്ടാണ് നടക്കുന്നത്. ഞങ്ങളൊരു 10 മിനിറ്റോളം ആളെ ഒബ്സർവ് ചെയ്തപ്പോൾ മൊത്തം ആൾ കണ്ടില്ലേ, പേടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു. ഇനിയിപ്പോൾ ആൾക്ക് സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ ആളല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു ആൽഫ മെയിലിനെ കണ്ടുപിടിച്ച് അവരൊരു ഗ്യാങ് ഇനി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൾ അതിനു വേണ്ടിയുള്ള ശ്രമം എന്താണെന്ന് നടത്തും. പക്ഷേ ആളിനി സർവൈവ് ചെയ്യുക, അതുവരെ ഒറ്റയ്ക്ക് ഇരപിടിച്ച് സർവൈവ് ചെയ്യുക എന്നുള്ളതും ഒരു വലിയൊരു ടാസ്ക്കാണ്. കാട്ടുപോത്തിനെ ഇന്നലെ വൈകിട്ട് കണ്ട് മടുത്തുകൊണ്ട് കാട്ടുപോത്തിനെ അധികമൊന്നും എടുക്കാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ അധികം കാര്യമായ സൈറ്റിംഗ് ഒന്നും ഇല്ലാതെ നമ്മൾ മടങ്ങിപ്പോയി മെയിൻ റോഡിലോട്ട് കയറി കുറച്ചങ്ങ് ചെന്നപ്പോഴാണ് ഇതേ ആനയും കുട്ടീനെയും കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ ആനയും കുട്ടീനെയും തന്നെ നമ്മൾ ഇന്നലെ കണ്ട ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആനയും കുട്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ നല്ല ഒരു ഓപ്പൺ ഏരിയയിൽ നമുക്ക് ഇവർ രണ്ടുപേരും കൂടെ കിട്ടി കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടി നിർത്തി നമ്മൾ കുറച്ചധികം നേരം നിന്നെടുത്തു. അപ്പോൾ നമ്മളിത് മെയിൻ റോഡിൻ്റെ നമ്മൾ ഓൾറെഡി സഫാരി ടൈം തീർന്നിട്ടുള്ളൂ. അപ്പോൾ മെയിൻ റോഡിനോട് ചേർന്നിട്ടുള്ള ഏരിയ തന്നെയാണിത്. അപ്പോൾ നമ്മൾ സ്വന്തം വാഹനത്തിൽ പോയാൽ പോലും ഈ കാണുന്ന സൈറ്റിങ്ങൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഇതുപോലെ ഇത്രയും നേരം നമുക്ക് നിന്നിട്ട് വണ്ടി നിർത്തിയെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടാവില്ല. നമ്മൾ സഫാരി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒന്നും കൂടെ പോയി നോക്കിയതാണേ ആണ്ടിൻ്റെ അടുത്തെങ്ങാനും പുലി വന്നിട്ടുണ്ടെന്നുള്ളത്. ഇനിയിപ്പോൾ അവൻ പകൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ പുലിയുടെ ഒരു ആഹാരശൈലി എന്ന് പറഞ്ഞാൽ അവൻ ഫ്രഷായിട്ട് തന്നെ വരും, കടുവേനെ പോലെയല്ല. അപ്പോൾ ഫ്രഷായിട്ട് തിന്നുകയും ചെയ്യും. അത് വയറിൻ്റെ സൈഡിൽ നിന്നായിരിക്കും അവൻ തിന്ന് തുടങ്ങുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ തന്നെ ആയിരിക്കും അവൻ തിന്നു തുടങ്ങുക. കടുവയാണെങ്കിൽ ആ സ്ഥാനത്ത് അവൻ ബാക്കിൽ നിന്നായിരിക്കും തിന്നുക, ആ തൊടയുടെ ഭാഗത്തു നിന്നായിരിക്കും തിന്നു തുടങ്ങുക. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 11 മണിയോളം സമയമായി. അപ്പോൾ 11 മണിയാണ് ഇവിടെ ചെക്കൗട്ട് ടൈം. നമുക്ക് വേണ്ടി ബഗ്ഗി വന്നിട്ടുണ്ട്, നമ്മൾ പോകാൻ റെഡിയാണ്. എന്തായാലും ഒരു അടിപൊളി സ്റ്റേ ആയിരുന്നു. സ്റ്റേ അടിപൊളി, ഇവിടുന്ന് നമുക്ക് കിട്ടിയേക്കുന്ന ലെപ്പേഡിൻ്റെ സൈറ്റിങ്സ് അടിപൊളി. നമുക്ക് സഫാരിയിൽ അത്യാവശ്യം നല്ല സൈറ്റിങ് കിട്ടി. മൊത്തത്തിൽ നമ്മൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഒരുപാട് പേര് ഇവിടെ 2, 3, 4 ദിവസം വന്ന് സ്റ്റേ എടുക്കുന്നു. സഫാരികളൊന്നും എടുക്കാതെ തന്നെ ലെപ്പേഡിൻ്റെ സൈറ്റിങ് സ്റ്റേ നിന്നുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ സൈറ്റിൽ കയറിയിട്ട് വേണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.